ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു താമസിക്കുന്നത് ഇവിടെ അല്ലേ? അതെ, എന്റെ മോന്. അവനോട് പോയി. അത് പിന്നെ അവനകത്തുണ്ടോ? സാറേ, അവൻ രാവിലെ എവിടെ പോകുന്നു പറഞ്ഞ് പോയതാ. എവിടാന്നറിഞ്ഞൂടാ. അത് അവന്റെ ഓട്ടോ അല്ലേ? അതെ, എന്താ സാറേ കാര്യം? ഇന്നലെ രാത്രിയില് ഈ ഓട്ടോയിൽ വെച്ച് കുറച്ച് സ്വർണം കാണാതെ പോയെന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇവന്റെ ഓട്ടോയിൽ കാണുമെന്നാ സ്വർണം നഷ്ടപ്പെട്ടവർ പറയുന്നത്. എന്താടോ, വല്ലതും കിട്ടിയോ? ഇല്ല സർ. അവൻ എവിടെയാണെന്ന് അപ്പൊ നിങ്ങൾക്ക് അറിയില്ല? സാറേ, രാവിലെ എന്റെ മരുമോളെ, അതായത് വിഷ്ണുവിന്റെ ഭാര്യ എന്നെ വിളിച്ചായിരുന്നു. എവിടേക്കൊരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞായിരുന്നു. പക്ഷേ എവിടേക്കാണെന്ന് പറഞ്ഞില്ല. ഭാര്യയ്ക്ക് എന്താ പണി? ജില്ലാ കളക്ടറാ സാറേ. ജില്ലാ കളക്ടറോ? അപ്പോ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ? അതെ സാറേ. സാറേ, എന്റെ മകൻ ഒരാളുടെ ഒരു സാധനം എടുക്കില്ല. സാറ് ഓട്ടോയിലൊക്കെ നോക്കിയതല്ലേ? ഇതിപ്പോ അവര് വേറെ എവിടെയെങ്കിലും വെച്ച് മറന്നതായിരിക്കും. എന്തായാലും ഞാനൊന്ന് കളക്ടർ ഓഫീസിലേക്ക് വിളിക്കട്ടെ. ഹലോ. ഹലോ, കളക്ടർ ഓഫീസ് അല്ലേ? അതെ, പറഞ്ഞോളൂ. ഞാൻ സ്ഥലം CI പ്രേംനാഥാണ്. കളക്ടർ ശാലിനി മാഡത്തോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മാഡത്തിന്റെ ഹസ്ബൻഡ് വിഷ്ണുവിനെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന് കൊടുക്കാവോ? സർ, മാഡവും വിഷ്ണു സാറും കുട്ടികളും ഒക്കെ ഒരു ടൂർ പ്രോഗ്രാമില്ല. അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കിട്ടില്ല. എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യണമെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും മാഡം കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ പറയാം സർ. വരുമ്പോ സ്റ്റേഷനിൽ ഒന്ന് ഇൻഫോം ചെയ്താൽ മാത്രം മതി. ശരി സർ. 30 പവന ഓട്ടോയിൽ കയറിയവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കല്യാണാവശ്യത്തിനായി ജൂവലറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരികയായിരുന്നു. വിഷ്ണു വിളിക്കുകയാണെങ്കിൽ കാര്യം പറയണം. വന്നാൽ എത്രയും പെട്ടെന്ന് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാനും പറയണം. ശരി ശരി, വടോ സർ. ദൈവമേ, ഇനിയും മനസ്സമാധാനം കിട്ടില്ലെന്നാണോ? എന്തൊക്കെ കുഴപ്പങ്ങളാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവനും അവളും കൂടി എവിടെ പോയെന്നാ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, സലോനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞാണെന്ന് തോന്നുന്നു, പക്ഷെ ഓർക്കുന്നില്ല. നിനക്ക് അറിഞ്ഞൂടെ ഭാമേ എന്റെ മറവിയുടെ കാര്യം? പിന്നെന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നേ? പല മറവിയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു മറവി ഞാൻ ആദ്യമായിട്ട് കാണുക. ഓ, ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഓർക്കുകയില്ല, അല്ലാത്തതെല്ലാം നല്ല വ്യക്തമായിട്ട് ഓർത്തിരിക്കുകയും ചെയ്യും. ഞാനേ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ.